ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിഞ്ചാസ് കിച്ചണിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളൊക്കെ കാരണമായിരുന്നു. ഇന്ന് ഞാനൊരു ചക്കക്കുരു കൊണ്ടുള്ള തോരനാണ് ഇടുന്നത്. ചക്കക്കുരു തോരൻ എല്ലാവർക്കും അറിയാം, എങ്കിലും ഇതൊരു ഇത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു തോരനാണ്. എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കക്കുരു മുകളിലെ തൊലി മാത്രം കളഞ്ഞിട്ട്, കറുത്ത തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് പുഴുങ്ങി വെച്ചേക്കുന്നത്. അതിന് അളവൊന്നും ഇല്ല കേട്ടോ, ഓരോർക്ക് ആവശ്യത്തിനുള്ള അളവിൽ എടുക്കാം. പിന്നെ ഇത്രയും കാന്താരി മുളക്, 3 ചുള ചുവന്നുള്ളി, 2 ഇതൾ കറിവേപ്പില, പിന്നെ ജീരകം, ഒരു നുള്ള് ജീരകം. ഇതുപോലെ ചെറിയ ബൗളിന് ഒരു നിറച്ച് വേണ്ട, ഒരു 3/4 ബൗളോളം തേങ്ങ. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പുഴുങ്ങി വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു പ്രാവശ്യം ഇതൊന്ന് കറക്കി കൊടുക്കണം. ഇനി നമ്മൾ ഈ തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കണം. നമ്മൾ ആദ്യം എടുത്ത് വെച്ചേക്കുന്ന അത്രയും തേങ്ങ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കണം. 2-3 കറിവേപ്പിലയുടെ ഇതളിട്ട് കൊടുക്കണം. 3 ചുവന്നുള്ളി എടുത്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ അതിലൊഴിച്ച് കൊടുക്കണം. ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം ആ പുഴുങ്ങിയ ചക്കക്കുരു ഞാൻ പൊടിച്ചെടുത്തതാണ്. മിക്സിയിൽ ഒരു പ്രാവശ്യം ഇട്ട് കറക്കിയുള്ളൂ. പൊടിച്ച് ഇപ്പം മുട്ടയൊക്കെ നമ്മൾ തോരൻ വയ്ക്കാൻ പാകത്തിന് എടുക്കുന്ന പോലെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ അടിച്ചെടുത്തത് നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ അരപ്പ് ചേർക്കണം. നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയും കാന്താരി മുളകും ജീരകവും എല്ലാം കൂടി അരച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ആ ചക്കക്കുരു പുഴുങ്ങി പൊടിച്ചതോ ഈ അരപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ചക്കക്കുരു പുഴുങ്ങിയപ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് പുഴുങ്ങിയത്. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി എല്ലാ സൈഡും നന്നായി ഇളകി വരാൻ പാകത്തിന് അടിയെല്ലാം ചേർത്ത് നമ്മളൊന്ന് ഇളക്കി ഒന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് ഉലർത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. നല്ല ഉലർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും മുട്ട തോരൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർന്നെടുക്കാം. നമ്മുടെ ചക്കക്കുരു പുഴുങ്ങി പൊടിച്ച തോരൻ റെഡി. നല്ല സ്വാദുണ്ട്. എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. വളരെ ഹെൽത്തിയാണ്, സ്വാദുള്ളതുമാണ്.